നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അതിപ്പോൾ ഹൈക്കോടതി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ദേശീയപാതയോരങ്ങളിലെ ശുചിമുറികൾ, പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാൻ വാഹനയാത്രക്കാർക്ക് അധികാരമില്ല എന്ന ഒരു ഉത്തരവാണ് നേരത്തെ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വിമർശനങ്ങളെക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മുടെ സമൂഹത്തിലെ പല രീതിയിലുള്ള ആളുകളും പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, വാഹനയാത്രക്കാരായ സ്ത്രീകളാണ് ഇത്തരം പമ്പുകളിലെ ശുചിമുറികൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത്തരം പമ്പുകൾ ഒരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഈ കോടതി ഉത്തരവോടുകൂടി അതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോഴിതാ കോടതി തന്നെ അത് തിരുത്തിയിരിക്കുകയാണ്. അതായത് ദേശീയപാതയോരങ്ങളിലെ പമ്പുകളിലെ ശുചിമുറികൾ ഇനി മുതൽ വാഹനയാത്രക്കാർക്ക് ഉപയോഗിക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനം, ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടായത്. മറ്റൊന്ന്, സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മാത്രം അടച്ചു വെക്കുക. അതായത് വലിയ രീതിയിലുള്ള സുരക്ഷാ കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുന്ന യാത്രക്കാരെ തടയാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഈ പമ്പ് ഉടമകൾക്കുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, പൊതു ശൗചാലയങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പണിയേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് കോടതി പറയുന്നുണ്ട്. അത് എത്രത്തോളം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ആ രീതിയിൽ കണക്കിലെടുക്കും എന്ന് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ നഗരങ്ങളിൽ ചെന്നാൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പുര, അടുത്ത ബസ് സ്റ്റാൻഡ് KSRTC സ്റ്റാൻഡിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പുര എന്ന കണക്കിൽ 1-2 മൂത്രപ്പുരകൾ മാത്രമുള്ളത് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നഗരങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. മറ്റു പലയിടത്തും നമ്മൾ ടോയ്ലറ്റ്, ബയോ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞൊരു പഴയ STD ബൂത്തിൻ്റെ ആകൃതിയിൽ ഓരോന്ന് പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ പോലും ഇത്തരം ബാത്റൂമുകൾ ഉപയോഗിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അല്ലെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവില്ല, വെളിച്ചമുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കാവുന്ന രീതി ഉണ്ടാവില്ല, അത് കേടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ രീതിയിലുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. പക്ഷേ പലപ്പോഴും അത് കൃത്യമായി പലയിടത്തും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കോട്ടയം നഗരസഭയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നാഗമ്പടം പോലുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ മാസങ്ങളായി ഒരു ബാത്റൂം പണിമുടക്കിയിട്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹൈക്കോടതിയുടെ വാക്കുകൾ ആ രീതിയിൽ കണക്കിലെടുത്താൽ നന്നായിരിക്കും എന്നുമേ പറയാനുള്ളൂ. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഉത്തരവ്, നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത്. റൂറൽ ഏരിയകളിലെ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാൻ വാഹനയാത്രക്കാർക്ക് ഇനി മുതൽ വിലക്ക് ഉണ്ടാവും എന്നതും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്.